നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത് ഫയൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഫയൽസ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഫയൽസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഫയൽസ് വരെ പഠിക്കുന്ന ഏത് പ്രോഗ്രാംസ് ആയാലും, ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസിൻ്റെ നെയിമും റോൾ നമ്പറും മാർക്കും എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഹയസ്റ്റ് മാർക്ക് കണ്ടുപിടിച്ച സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കുന്നു, കിട്ടിയ സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കുന്നു. ഈ പ്രോഗ്രാം ഞാൻ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 10 സ്റ്റുഡൻസിന്റെ നെയിം എൻ്റർ ചെയ്യണം, 10 സ്റ്റുഡൻസിന്റെ റോൾ നമ്പറും 10 പേരുടെ മാർക്കും ഒക്കെ എൻ്റർ ചെയ്യണം, ആണല്ലോ. നെക്സ്റ്റ് ടൈം ഞാൻ ഇതേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ക്ലാസ്സിന്റെ ഫസ്റ്റ് സീരീസിന്റെ മാർക്കും സെക്കൻഡ് സീരീസിന്റെ മാർക്കും കൂടെ എൻ്റർ ചെയ്ത് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ഞാൻ എഴുതണമെങ്കിൽ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും സ്റ്റുഡൻസിന്റെ ഡേറ്റ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം റാമിലാണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം വരുമ്പോഴേക്കും എന്ത് ചെയ്യും? റാം ഫ്രീ ആക്കും. അപ്പം അത് കാരണം നമുക്ക് ടെമ്പററി ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡേറ്റ അവിടെ ഉള്ളൂ. ഓർ പ്രീവിയസ്ലി എൻ്റർ ചെയ്ത ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇതുവരെയുള്ള പ്രോഗ്രാമിങ്ങിനകത്തില്ല. ഇപ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡേറ്റ സേവ് ചെയ്ത് വെക്കണം, അതിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യണം. ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫയൽസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും റോൾ നമ്പറും നെയിമും ഫസ്റ്റ് സീരീസിനിട്ട് മാർക്കും സെക്കൻഡ് സീരീസിനിട്ട് മാർക്കും കൊണ്ട് ഞാൻ ഫയലിനകത്തിട്ട് വെച്ചാൽ ഓരോ തവണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? ആ ഫയലിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് തരും. ആവറേജ് മാർക്കാണോ ഹയസ്റ്റ് മാർക്കാണോ അതേതാണെന്ന് വേണ്ട പ്രോഗ്രാം വെച്ചാൽ റൺ ചെയ്യാം. നമുക്ക് ഓരോ തവണ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എനിക്ക് സ്റ്റുഡൻസിനെ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് ഒരു കിട്ടണം. സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് പകരം സോർട്ട് ചെയ്തൊരു ഫയലിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന ഇതിന് പറയുന്ന പേരാണിത് ഫയൽസ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്യാം. ദെൻ നമുക്ക് വേണം പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഫയൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇനി അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പാർട്ട് ഉണ്ട്. നമ്മൾ തൽക്കാലത്തൊക്കെ സ്കിപ്പ് ചെയ്യാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിട്ട് പറഞ്ഞു പോവാണ് കണ്ടന്റ്. ഓക്കെ, നമ്മൾ ഫയലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ പോയിന്റർ ഉണ്ട്. നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈപ്പാണിത് ഫയൽ. ഇൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ടൈപ്പാണ് ഫയൽ. അപ്പൊ ഫയലിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റേഴ്സ് എന്ത് ടൈപ്പ് ആയിരിക്കണം? ഫയൽ എന്ന ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫയൽ സ്റ്റാർ ഫയൽ പോയിന്റർ, ഇതാണ് അതിന്റെ സിന്റാക്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, ഫയൽ സ്റ്റാർ FP എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഫയൽ പോയിന്റർ എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഫയലിന് മെയിനായിട്ട് ഫയലിൽ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് 3 കണ്ടന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. 3 കണ്ടന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫയൽ ഓപ്പൺ ചെയ്യണം. ഏത് പ്രോഗ്രാം ആയാലും ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, പിന്നെ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഫയലിന്റെ എല്ലാ ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനിയും ഫയലിൽ ഇപ്പൊ സപ്പോസ് ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അപ്പൊ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫയൽ ആദ്യം എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം, റൈറ്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ആ ഫയൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എഗെയിൻ ഞാൻ ഓപ്പൺ ചെയ്യണം, റീഡ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതാണ് അതിന്റെ സീക്വൻസ്. ആദ്യം ഓപ്പൺ ചെയ്യുക, റീഡോ റൈറ്റ് പെർഫോം ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത്, ആ ഫയലിലേക്ക് അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിലായിരിക്കും ഫയൽ സേവ് ചെയ്തേക്കുന്നത്. പെർമനന്റ് സേവ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഹാർഡ് ഡിസ്കിലായിരിക്കും. ഹാർഡ് ഡിസ്കിൽ നിന്നും റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ആക്ച്വലി ഓപ്പൺ. ഫയൽ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അതുപോലെ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ വരുന്ന ഓപ്പറേഷൻസ് മൊത്തം അല്ലെങ്കിൽ റീഡും റൈറ്റും ഒക്കെ പെർഫോം ചെയ്യുന്നതെല്ലാം എവിടെ ആയിരിക്കും? റാമിലായിരിക്കും. അതിനെ തിരിച്ച് അവിടേക്ക് സേവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹാർഡ് ഡിസ്കിലേക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലോസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, ഇതിൽ എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് വരുത്തി, എന്നിട്ട് ക്ലോസ് ചെയ്തിരുന്നത് എന്ത് പറ്റും? വീണ്ടും ഞാൻ ആ ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ ആ പഴയ ഫയലായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ വരുത്തി ചേഞ്ച് വല്ലതും കാണുമോ? ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇല്ല. അതായത് സപ്പോസ് ഫസ്റ്റ് ഫയലിനകത്ത് 1 2 3 3 വാല്യൂസേ ഉള്ളായിരുന്നു. ഓക്കെ, ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് 1 2 3 4 5 ആക്കി. ബട്ട് ഞാൻ ക്ലോസ് ചെയ്തില്ല. ക്ലോസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മാത്രമേ കാണത്തുള്ളൂ, ഈ 1 2 3 മാത്രമേ കാണത്തുള്ളൂ. ബിക്കോസ് ഇത് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല.
ഓക്കെ, അപ്പം എന്തിനാണ് ക്ലോസ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി ഫയൽ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് എടുത്ത് വെക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫയൽ പോയിന്ററും കൂടെ എന്ത് ചെയ്യും, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. അതായത് എഫ് പി എന്നൊരു ഫയൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എഫ് പി എന്നുള്ള പോയിന്റർ വിളിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും, ഏതാണോ ഫയൽ ഓപ്പൺ ചെയ്ത് ആ ഫയലിലെ കണ്ടന്റിലേക്ക് പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം. സപ്പോസ് ഇതാണ് എൻ്റെ ഫയൽ. ഓക്കെ, ഇതിൽ കുറെ എന്തൊക്കെയോ ഡേറ്റ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഡേറ്റ ഉണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇത് എഫ് ഓപ്പൺ, ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡാണ് എഫ് ഓപ്പൺ. അപ്പോൾ ഫയൽ ഓപ്പൺ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്ററുമായിട്ട് അസോസിയേറ്റ് ആയിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത്. എഫ് പി ഈക്വൽ ടു എഫ് ഓപ്പൺ. സിന്റാക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫയൽ പോയിന്ററിന്റെ പേരെന്താണ്, എഫ് പി. ഇത് നമ്മൾ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അതായത് നമുക്ക് വേണമെങ്കിൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഫയൽ പോയിന്റർ അവിടെ പോയിന്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഫയൽ പോയിന്റർ സ്റ്റാർട്ടിങ്ങിൽ പോയിന്റ് ചെയ്തിരിക്കും. ഫയൽ പോയിന്റർ സ്റ്റാർട്ടിങ്ങിൽ പോയിന്റ് ചെയ്തിരിക്കും എപ്പോഴാണെങ്കിൽ റീഡ് മോഡിലാണെങ്കിൽ. ഓക്കെ, ഇനി ഇതേ ഐറ്റം ഞാൻ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അന്നേരവും ഫയൽ പോയിന്റർ റൈറ്റ് മോഡിലാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഫയൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം ക്ലിയർ ചെയ്യും. അത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് ഫയൽ പോയിന്റർ അവിടെ വന്ന് നിൽക്കും, ഈ ഒരു ലൊക്കേഷനിൽ നിൽക്കും. ഓക്കെ, അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഫയൽ പോയിന്റർ നിൽക്കുന്നത്, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾറെഡി ഉള്ളൊരു ഫയൽ ഞാൻ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്താലുള്ള കുഴപ്പം എന്താണ്, അതിലെ എല്ലാ കണ്ടന്റും റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് ഫയലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡേറ്റ മൊത്തം മിസ്സാവും, പഴയ ഡേറ്റ. ഓക്കെ, ഓൾറെഡി ഉള്ള കണ്ടന്റ് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താലോ ഒരു കുഴപ്പമില്ല, അതിന്റെ ഫസ്റ്റ് ഡേറ്റ നമ്മൾ ഫസ്റ്റ് കണ്ടന്റ് എന്താണോ അതിലേക്ക് പോയിന്റ് ചെയ്തായിരിക്കും ഫയൽ കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ റെഡി ആയിട്ട്, റീഡ് ചെയ്യാൻ റെഡി ആയിട്ട്. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഒരു മോഡ് എന്ന് പറയുന്നത് അപ്പൻ മോഡാണ്. ഓക്കെ, അപ്പൻ മോഡ് എന്ന് പറഞ്ഞാലും ഓൾറെഡി കുറെ കണ്ടന്റുകൾ കാണും. ഓക്കെ, കുറെ കണ്ടന്റുകളൊക്കെ ഉണ്ട്. ഫയൽ പോയിന്റർ നിൽക്കുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇത് ഏത് മോഡിലായിരിക്കും, റൈറ്റ് മോഡിൽ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ബട്ട് വേണമെങ്കിൽ നമുക്ക് റീഡും ചെയ്യാം റൈറ്റും ചെയ്യാം. ഇതാണ് അപ്പൻ മോഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫയലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ ഫയലിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് അത് പോയിന്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പോയിന്ററിന്റെ പ്രത്യേകത, അപ്പൻ മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, റീഡും ചെയ്യാം റൈറ്റും ചെയ്യാം. അപ്പൊ എനിക്ക് ഓൾറെഡി ഉള്ള ഫയലിന്റെ ബാക്കി കണ്ടന്റ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ആ ഫയൽ അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്താൽ മതി. റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്താലുള്ള കുഴപ്പം എന്താ, ഓൾറെഡി ഉള്ള കണ്ടന്റ് മൊത്തം എനിക്ക് മിസ്സാവും. ഒരു ഫ്രഷ് ഫയലായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിൽ അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ ഓർ എഡിറ്റിംഗ് ഒക്കെ വരുത്തണമെങ്കിൽ എല്ലാം നമ്മൾ ഏത് മോഡിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, അപ്പൻ മോഡിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ബേസിക് ആയിട്ട് ഈ 3 ഓപ്പറേഷൻസ് ആണ്, ഓർ 3 മോഡാണുള്ളത്. 3 മോഡല്ല, നമുക്ക് കുറെ മോഡുകൾ അവൈലബിൾ ആണ്. ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. ബട്ട് ബേസിക്കലി നമുക്ക് റീഡ് റൈറ്റ് അപ്പൻ മോഡാണ്. ഓക്കെ, റീഡ് ചെയ്യാൻ മാത്രം ആണ് റീഡ് മോഡ്, റൈറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് റൈറ്റ് മോഡ്. അപ്പൻ മോഡ് എന്ന് പറഞ്ഞാൽ റീഡും റൈറ്റും പെർഫോം ചെയ്യാം. ഫയൽ പോയിന്റർ സ്റ്റാർട്ടിങ്ങിൽ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിന്റെ ലാസ്റ്റ് കണ്ടന്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഫയലാണ്, ഇതുവരെ ഇല്ലാത്തൊരു ഫയൽ നെയിമിലാണ് ഞാൻ അപ്പൻ മോഡ് വിളിക്കുന്നതെങ്കിൽ അത് എവിടെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്, ഇതേപോലെ ഫ്രഷ് ഫയൽ ഉണ്ടായിട്ട് സ്റ്റാർട്ടിങ് ലൊക്കേഷനിൽ റൈറ്റിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫയൽ പോയിന്റർ എന്ന് പറഞ്ഞ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ഫയൽ പോയിന്ററിന് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ഇതാണ് എൻ്റെ ഒരു ഫയൽ. ഓക്കെ, അതിലെ കണ്ടന്റ് ഹൈ എന്നാണ് സ്റ്റാർട്ടിങ് കണ്ടന്റ്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫയൽ പോയിന്റർ ആദ്യമേ റീഡ് ചെയ്യാൻ പോകുന്നത് എച്ച് എന്ന കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഫയൽ പോയിന്റർ ആദ്യം പോയിന്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എഫ് പി. ഓക്കെ, ഈ എച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ റീഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫയൽ പോയിന്റർ അങ്ങോട്ട് പോയിന്റ് ചെയ്തോളും, അടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്തോളും. ഈ എ എന്നുള്ള കണ്ടന്റ് റീഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഐ എന്ന ലൊക്കേഷനിൽ പോകും. സപ്പോസ് ഞാൻ പറയുകയാണ് നെക്സ്റ്റ് വേർഡ് എനിക്ക് റീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫയൽ പോയിന്റർ അവിടെ പോകും, നെക്സ്റ്റ് ലൊക്കേഷനിൽ പോകും. മനസ്സിലായല്ലോ, ഫയൽ പോയിന്റർ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് റൈറ്റ് ഓപ്പറേഷൻ. ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ഹലോ എന്ന് ഞാൻ റൈറ്റ് ചെയ്ത് വെക്കുകയാണ് ഫയലിനകത്തെങ്കിൽ
അടുത്ത ലൊക്കേഷനിലേക്കായിരിക്കും ഫയൽ പോയിന്റർ എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയാലും ഫയലിന്റെ നമുക്ക് സ്ട്രിങ്ങിന്റെ എൻഡ് മാർക്ക് ചെയ്യുന്ന സിമ്പിൾ ഏതായിരുന്നു, /0, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഫയലിന്റെ എൻഡ് മാർക്ക് ചെയ്യാൻ നമുക്കൊരു സിമ്പിൾ വേണം. അതാണ് എല്ലാ ഫയലിന്റെയും ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് EOF എന്നായിരിക്കും. EOF മീൻസ് എൻഡ് ഓഫ് ഫയൽ. ഓക്കെ, എല്ലാ ഫയലിന്റെ ലാസ്റ്റ് കണ്ടത് ഇപ്പൊ ഹലോ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും, EOF എന്നായിരിക്കും, എൻഡ് ഓഫ് ഫയൽ. ഓക്കെ, ഇത് /0 എന്ന് എഴുതുന്ന പോലെ ഒരു ക്യാരക്ടറാണ് EOF എന്ന് പറയുന്നത്, എൻഡ് ഓഫ് ഫയൽ മാർക്ക് ചെയ്ത് വെച്ച്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്ട്രിങ് എപ്പോഴാണ് നമ്മൾ സ്ട്രിങ്ങിന്റെ ലൂപ്പൊക്കെ എക്സിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, നമ്മൾ /0 ഫൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രിങ് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബട്ട് അതുപോലെ ഒരു ഫയൽ റീഡ് ചെയ്ത് വന്നിട്ട് ഫയൽ തീർന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ക്യാരക്ടർ ചെക്ക് ചെയ്ത് നോക്കുക. EOF എന്നാണ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ റീഡ് ചെയ്ത കണ്ടന്റ് EOF എന്നാണെങ്കിൽ അതിന് മീനിങ് എന്താണ്, ഫയലിന്റെ എൻഡ് എന്നാണ്. ഓക്കെ, ഇപ്പൊ ഫയലുമായിട്ട് ബന്ധപ്പെടുന്ന കോമൺ ആയിട്ടുള്ള തിയറി പാർട്ടുകൾ മൊത്തം കൂടെ നോട്ടീസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഫയലിലെ 3 ഓപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ട്, ഓപ്പൺ, റീഡ്, റൈറ്റ്, ക്ലോസ്. അപ്പൊ എല്ലാ ഫയലോട് അസോസിയേറ്റ് ചെയ്ത് എന്ത് കാണും, ഒരു ഫയൽ പോയിന്റർ കാണും. അപ്പൊ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫയലിന് ആ ഫയൽ പോയിന്ററിനെ പോയിന്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ അങ്ങനെ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 മോഡിലാണ് മെയിൻ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, റീഡ്, റൈറ്റ്, അപ്പൻഡ്. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ പോയിന്റ് ചെയ്തിരിക്കും. റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഫയലാണെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഉള്ള ഫയലാണെങ്കിൽ അതിന്റെ കണ്ടന്റ് മൊത്തം ക്ലിയർ ചെയ്തിട്ട് ഒരു ഫ്രഷ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൻ മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിന്റെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യും. അപ്പൻ മോഡിൽ നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും പെർഫോം ചെയ്യാം. ഇനിയുണ്ട് കേട്ടോ, R+, W+, A+ പറഞ്ഞ മോഡുകളൊക്കെ ഉണ്ട്. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡുകൾ ഈ 3 ഓക്കെ, ഇനി ഫയലിന്റെ എൻഡ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് സിമ്പിളുണ്ട്, EOF എന്ന സിമ്പിളുണ്ട്. ഇനി പ്രോഗ്രാം വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, ബട്ട് ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ഒന്ന് ആലോചിക്കുക, ഞാൻ ഒരു ഫയലിൽ റീഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള അങ്ങനെ ഫയൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം, അങ്ങനെ ഒരു ഫയൽ ഇല്ലാത്ത ഒരു ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഉള്ള ഒരു ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്താലും പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഇല്ലാത്ത ഒരു ഫയൽ ഞാൻ റീഡ് ചെയ്യാൻ പറഞ്ഞാൽ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും, ഇല്ലല്ലോ. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഫയലിനെയാണ് ഞാൻ റീഡ് മോഡിൽ വിളിക്കുന്നതെങ്കിൽ അവിടെ എറർ റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി ഇതേ ഈ പ്രശ്നം അപ്പൻ മോഡിൽ വരുമോ, ഇതുവരെ ഇല്ലാത്ത ഒരു ഫയൽ അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, ഒരു ഫ്രഷ് ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പൊ ഇവിടെ ഒന്നും ഒരു പ്രശ്നം വരത്തില്ല. എപ്പോൾ മാത്രമാണ് എറർ വരാൻ സാധ്യത, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് എറർ വരാൻ സാധ്യത. ഒരു ഫയലിനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഫയലിനെ ഞാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണിക്കണം, എറർ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ, നമ്മൾ ബാക്കി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിനകത്ത് മീനിങ് ഇല്ല. ഫയൽ റീഡ് ചെയ്തു എന്നിട്ട് ഇന്ന ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ താഴോട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് അതുകൊണ്ട് മീനിങ് ഇല്ല, അങ്ങനെ ഫയൽ ഇല്ലല്ലോ. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ഇനി ഇതൊന്നും ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം എഴുതാം. തിയറിയിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചോദിക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഞാൻ അതോടെ ചേർത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാരും ചെയ്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവും പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നോട്ട്സ് വെച്ചിട്ട് തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഫയൽ പോയിന്ററിനെ പറ്റി ഞാൻ പറഞ്ഞു, ഫയൽ *fp ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ പോയിന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള സിന്റാക്സ്, ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് fopen എന്നാണ്, ആണല്ലോ. fopen, ഫയലിന്റെ നെയിമും ഏത് മോഡാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, മോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, റീഡ്, റൈറ്റ്, അപ്പൻഡ്, ഇതെല്ലാം ഡബിൾ കോട്ട്സ് ആണ്. ഫയലിനെയും ഡബിൾ കോട്ട്സ് കൊടുക്കണം, മോഡും ഡബിൾ കോട്ട്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ *fp fp fopen, ഫയൽ ഓപ്പൺ, ഡബിൾ കോട്ട്സിനകത്ത് ഫയലിന്റെ പേര്, ഏത് മോഡ്, റീഡ് മോഡ്. ഓക്കെ, ഈ .dat എന്നൊക്കെ എഴുതിയേക്കുന്നത് ഡാറ്റ ഫയൽ എന്നാണ്. .txt എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫയൽ പ്രത്യേകിച്ച് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പ്രാക്ടിക്കൽസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ബിക്കോസ്
നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിട്ട് ഞാൻ സംസാരിച്ച് പോവാണ്. ഓക്കെ, എനിവേ ഇതാണ് ഫയൽ ഓപ്പണിന്റെ സിൻടാക്സ്. ഒരു എക്സാമ്പിൾ അങ്ങ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ സിൻടാക്സും കാര്യങ്ങളൊക്കെ അത് വെച്ച് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഏതൊക്കെ മോഡ് എന്നുള്ളതാണ്. റീഡ് മോഡ് ഞാൻ പറഞ്ഞു, റൈറ്റ് മോഡ് പറഞ്ഞു, അപ്പൻഡ് മോഡ് പറഞ്ഞു. ഇനി R+ ഉണ്ട്. ഓക്കെ, R+ എന്തായിരിക്കും? ഓപ്പൺ ഫോർ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ്, ബട്ട് ദ ഫയൽ മസ്റ്റ് എക്സിസ്റ്റ്. ഫയല് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ ഇത് പോയതാണ്. ഇത് R+ ഇവിടെയാണ്. അപ്പം ഫയൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഫയൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ റീഡും റൈറ്റും പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക് R+ൽ. ഓക്കെ, ഇനി W+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് കണ്ടന്റ് റിട്ടേൺ ഓവർ. ദാറ്റ് മീൻസ് ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളതിനകത്ത് തന്നെ നമുക്ക് റീഡ് റൈറ്റും ചെയ്യാം. ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫയൽ എന്ത് ചെയ്യും? അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, then A+ എന്ന് പറയുന്നത് ഓപ്പൺ ഫോർ റീഡ് ആൻഡ് റൈറ്റ് അപ്പൻഡ് മോഡ്. ഇഫ് ഫയൽ ഈസ് നോട്ട് എക്സിസ്റ്റ് ദ ഫയൽ ഈസ് ക്രിയേറ്റഡ്. അങ്ങനെ ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പുതിയതാണ് ക്രിയേറ്റ് ചെയ്തോളും. ഓക്കെ, ഡീറ്റെയിൽഡ് ഞാൻ പറയാൻ നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബേസിക് 3 ഓപ്പറേഷൻസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാംസും ചെയ്യാൻ പറ്റും. റീഡ് റൈറ്റ് അപ്പൻഡ് ചെയ്യാൻ പറ്റും. മറ്റേതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പ്രശ്നം. ഓക്കെ, ദെൻ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള കമാൻഡ് fclose ഫയൽ പോയിന്റർ. ഇപ്പോൾ fclose എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തിയറി പാർട്ട് കഴിയും. ഫയലിൽ നിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള കമാൻഡാണ് ഗെറ്റ് എ ക്യാരക്ടർ. അപ്പോൾ റീഡ് ചെയ്ത ക്യാരക്ടർ ഡിസ്പ്ലേ ആണെങ്കിൽ എന്തായിരിക്കും? പുട്സി. സോറി, ഡിസ്പ്ലേ ചെയ്യാനല്ല, ഗെറ്റ് എന്ന് പറഞ്ഞ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും പുട്സി എന്ന് പറഞ്ഞ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും. ഓക്കെ, ഫയൽ ഓപ്പറേഷൻസ് ആണല്ല. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഫയലിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും. പുട്സി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫയലിലേക്ക് ഇതൊരു ക്യാരക്ടർ റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സിൻടാക്സ് പഠിച്ച് പുട്സിയുടെ സിൻടാക്സ് ഇങ്ങനെയാണ്. പുട്സി C,FP1 എന്ന് പറഞ്ഞാൽ C എന്ന ക്യാരക്ടറിനെ ഫയൽ പോയിന്റർ 1ലേക്ക്, ഫയൽ പോയിന്റർ 1 ഏത് ഫയലിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അവിടേക്ക് എന്ത് ചെയ്യും? റൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ പുട്സി C,FP1 ക്യാരക്ടറിനെ എങ്ങോട്ട് റൈറ്റ് ചെയ്ത് വെക്കും? FP1 എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്ത് വെക്കും. സിമിലർലി C =get C FP2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? get a character from file pointer 2 ആണ്. ഫയൽ പോയിന്റർ 2 എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഫയലിൽ നിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുക. ഏത് വേരിയബിളിലേക്ക് സേവ് ചെയ്തിരിക്കും? C എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാനും ഒരു സിംഗിൾ ക്യാരക്ടർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് get C, put C. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് നമുക്ക് ഇത് വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫയലിൽ ചോദിക്കുന്ന കേട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഐറ്റംസ് fprintf, scanf ആണ്. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. നിങ്ങൾ പഠിച്ചുള്ള printf ഉം scanf ഉം തന്നെയാണിത്. ഓക്കെ, printf എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാൻ. അപ്പൊ fprintf എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫയൽ പ്രിന്റ്, ഫയലിലേക്ക് പ്രിന്റ് ചെയ്യാൻ. ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കണം? fprintf യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? fscanf യൂസ് ചെയ്യണം. ഇനി എക്സാമ്പിൾ ഉണ്ടെന്നൊക്കെ അതിനെക്കാട്ടും സിമ്പിളായിട്ട് മനസ്സിലാവും. സപ്പോസ് printfന്റെ സിൻടാക്സ് എന്തായിരുന്നു? printf നെയിമും ഒരു നമ്പറും റീഡ് ചെയ്യണമെങ്കിൽ printfന്റെ സിൻടാക്സ് ഇതായിരുന്നു. printf ബ്രാക്കറ്റില് ഡബിൾ കോട്ട്സിൽ %d നെയിം കോമ ഒരു ആമ്പർസെന്റ് ഉണ്ട്, ആമ്പർസെന്റ് ഐറ്റം. ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? ഇനി ഇത് fprintf ആകുമ്പോൾ ആകെ ചേഞ്ച് വരുന്നത് നോർമൽ printfന്റെ അതേ സിൻടാക്സും കാര്യങ്ങളും തന്നെ. ആദ്യമേ നമ്മൾ ഏതും കൂടെ പറഞ്ഞു കൊടുക്കണം. ഏത് ഫയലിൽ നിന്നാണ്, ഏത് ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കമാൻഡ് പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ആമ്പർസെന്റ് എന്ന് പറഞ്ഞത് സ്കാനഫിന്റെ കേസിലായിരുന്നു. ഇവിടെ printf ആണ്. printfന് എന്ത് വേണ്ട കാര്യമില്ല? ആമ്പർസെന്റ് വേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഏത് ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്? FP എന്ന് പറഞ്ഞ ഫയൽ പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് അവിടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്. എന്ത് റൈറ്റ് ചെയ്യണം? ഒരു %s കണ്ടന്റും %d കണ്ടന്റും റൈറ്റ് ചെയ്യണം. അപ്പം %sന് പകരം എന്തോ റൈറ്റ് ചെയ്യും? നെയിമും %dക്ക് പകരം ഐറ്റം റൈറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലാണ് fscanfന്റെ സിൻടാക്സും. scanfന്റെ സിൻടാക്സ് ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെയും. ആകെ ഫസ്റ്റ് നമ്മൾ എന്തോ പറയണം? ഫയൽ പോയിന്ററോട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യണമെന്നില്ല. എനിക്കാണെങ്കിൽ ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ, സപ്പോസ് ഇത് 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആ 4 ഡിജിറ്റിനെ എനിക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. fprintfും fscanfും യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടർ ബൈ ക്യാരക്ടർ എഴുതാൻ മതിയെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? get C, put C യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫയലിലെ എല്ലാ
പ്രോഗ്രാംസും ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ സിലബസിൽ പറഞ്ഞേക്കുന്ന 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നടത്താം. ഫയലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്, പല ടൈപ്പ് ഉണ്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. റാൻഡം ആക്സസ് ഫയൽ, സീക്വൻഷ്യൽ ഫയൽ, അൺഫോർമാറ്റഡ് ഫയൽ, ഫോർമാറ്റഡ് ഫയൽ, ടെക്സ്റ്റ് ഫയൽ. ഓക്കെ, ഇതിൽ സീക്വൻഷ്യൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റെക്കോർഡ്സ് ഇങ്ങനെ നമ്മൾ ഒരു ഒരേ സൈസിലുള്ള റെക്കോർഡ്സ് നമ്മൾ ഇങ്ങനെ വീണ്ടും എഴുതി പോയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻഷ്യൽ ഫയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആ ഫയലിനകത്ത് കണ്ടന്റ് എപ്പോഴും റോൾ നമ്പർ, നെയിം, 3 മാർക്ക് ആണെന്നിരിക്കട്ടെ. അപ്പോൾ അടുത്ത കണ്ടന്റ് എന്ത് തന്നെ ആയിരിക്കും, അടുത്ത ലൈനിലും എന്ത് തന്നെ ആയിരിക്കും, ഫസ്റ്റ് റോൾ നമ്പർ, നെയിം, 3 ക്യാരക്ടർ, അടുത്തതും ഫസ്റ്റ് റോൾ നമ്പർ, നെയിം, 3 ക്യാരക്ടർ. അപ്പോൾ ഒരു ഫോർമാറ്റ് കാണും അതിന്. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ഫോർമാറ്റിൽ സെയിം ഒരേ സൈസിലും ഒരേ ടൈപ്പ് അതേ ടൈപ്പിലുള്ള കണ്ടന്റുകളായിരിക്കും എന്ത് ചെയ്യുന്നത് അതിനകത്ത് എഴുതി പോയേക്കും. ഇതിനകത്ത് ചെറിയൊരു ഡേറ്റ സെറ്റ്. ഇതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം പറയാവുന്ന എക്സാമ്പിൾ കുറേ നമ്പേഴ്സ് ഞാൻ പറയുന്നു. എൻ്റെ ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ഫയൽ കണ്ടെയ്ൻസ് നമ്പേഴ്സ് 1, 2, 4, 6, 8 കുറേ നമ്പേഴ്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തിന് എക്സാമ്പിളാണ്, സീക്വൻഷ്യൽ ആക്സസിന് എക്സാമ്പിളാണ്. കുറേ നമ്പേഴ്സും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ പ്രോഗ്രാം പറയാം, ഈ ഫയലിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് മൊത്തം കൂടെ സെക്കൻഡ് ഫയലിലേക്ക് കോപ്പി ചെയ്യാം, ഈ ഫയലിൽ നിന്ന് ഈവൻ നമ്പേഴ്സ് മൊത്തം തേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സീക്വൻഷ്യൽ കഴിഞ്ഞാൽ റാൻഡം ആക്സസ്. ഇത് റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് ഫസ്റ്റ് ഫയലിനകത്ത് കുറേ സെൻറ്റൻസുകളുണ്ട്. ഓക്കെ, എനിക്കിതിനെ എങ്ങോട്ട് കോപ്പി ചെയ്യണം, സെക്കൻഡ് ഫയലിലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഈ ഫയലിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ, ഇല്ല. ഈ ടൈപ്പ് ഫയലാണ് എന്ത്, റാൻഡം ആക്സസ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മെയിനായിട്ട് 2 ഫങ്ഷൻസ് പിടിക്കാനുണ്ട്. എഫ്സിക്ക് എഫ്ടെൽ എന്ന് പറയുന്നുണ്ട് മെയിൻ ഫങ്ഷൻസ് പിടിക്കാണ്. ഓക്കെ, ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് എഫ്സിക്ക് അല്ലെങ്കിൽ എഫ്ടെൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എഫ്ടെൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫയൽ പോയിന്റർ എവിടെയാണ് എന്നുള്ള ലൊക്കേഷൻ തിരിച്ചയച്ചു തരുന്ന ഫംഗ്ഷനാണ്. ഇപ്പോഴത്തെ ഫയൽ ലൊക്കേഷൻ എവിടെയാണെന്ന് യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ്ടെൽ. ഫോർ എക്സാമ്പിൾ താണ്ട n=ftel fp എന്ന് പറഞ്ഞാൽ ഫയൽ പോയിന്റർ fp ഇപ്പം എത്രാമത്തെ ലൊക്കേഷനാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ലൊക്കേഷന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, എന്നിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി fcക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. fcക്ക് ഉപയോഗിച്ച് നമുക്ക് ഫയൽ പോയിന്ററിനെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. സപ്പോസ് ഞാൻ ഫയലിന്റെ ഈ ഒരു ലൊക്കേഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, എനിക്ക് തിരിച്ച് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 10 ക്യാരക്ടേഴ്സ് റൈറ്റിലേക്ക് പോകണം. അങ്ങനെ ഫയൽ പോയിന്ററിനെ എനിക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, fcക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ fcക്ക് യൂസ് ചെയ്യുമ്പോൾ സിൻടാക്സ് എങ്ങനെയാണ്, ഫയൽ പോയിന്റർ എവിടെ നിന്ന് മൂവ് ചെയ്യണം, അതായത് ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് വേണോ, ലാസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് വേണോ, അതോ കറണ്ട് ലൊക്കേഷനിൽ നിന്ന് വേണോ. ഓക്കെ, അത് പൊസിഷനാണ്, അതായത് എവിടെ നിന്ന് മൂവ് ചെയ്യണം, എത്ര മൂവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് ഫയൽ പോയിന്റർ മൂവ് ചെയ്യണം, ഏത് ഫയൽ പോയിന്ററാണ് മൂവ് ചെയ്യേണ്ടത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് മൂവ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന്, ബിഗിനിങ്ങിൽ നിന്ന് മൂവ് ചെയ്യണോ, എൻഡിൽ നിന്ന് മൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഫയൽ പോയിന്റർ ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യണം. ഈ 3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി എത്രത്തോളം മൂവ് ചെയ്യണം, 5 ലൊക്കേഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, 5 ലൊക്കേഷൻ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വെറുതെ 5 എന്ന് കൊടുത്താൽ മതി, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ -5 എന്ന് കൊടുത്താൽ എങ്ങോട്ട് മൂവ് ചെയ്തോളൂ, ലെഫ്റ്റിലേക്കും -5 ലൊക്കേഷൻസ് പോകണം. ഓക്കെ, അപ്പോൾ പൊസിഷൻസ് ഇത്രയാണ്. പൊസിഷൻസിന്റെ വാല്യൂ 0 എന്ന് കൊടുത്താൽ ഫയലിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങും. 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ കറണ്ട് പൊസിഷൻ, 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ഫയൽ. ഓക്കെ, അപ്പോൾ fcക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. fcക്കിന്റെ സിൻടാക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഇതാണ്. സപ്പോസ് fseek ഇതിന്റെ മീനിങ് എന്താണെന്ന് പറയാമോ എന്ന് നോക്കാം. fseek fp ഓക്കെ 0,2 എഴുതി കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ഫയൽ പോയിന്റർ fp എന്ന് പറഞ്ഞ ഫയൽ പോയിന്ററാണ് മൂവ് ചെയ്യേണ്ടത്. എവിടെ നിന്ന് മൂവ് ചെയ്യണം, 2, 0 എന്ന് പറഞ്ഞ ബിഗിനിങ്, 1 എന്ന് പറഞ്ഞ കറണ്ട് ലൊക്കേഷൻ, 2 എന്ന് പറഞ്ഞത് എൻഡ് ഓഫ് ഫയൽ, ഫയലിന്റെ എൻഡ് ലൊക്കേഷനിൽ പോകും.
ദെൻ അവിടെ എത്ര മൂവ് ചെയ്യാൻ പറഞ്ഞു? 0 ലൊക്കേഷൻ. ദാറ്റ് മീൻസ് ഫയൽ ഇപ്പോൾ എവിടെ നിന്നായാലും നമുക്ക് ഫയലിൻ്റെ എൻഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഈ ഒരു ഐറ്റം കൊടുത്താൽ മതി. ഓക്കെ, ഇത് തന്നെ ഞാൻ ഇവിടെയും കൂടെ 0 കൊടുക്കുകയാണെങ്കിൽ മീനിങ് എന്താവും? ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫയൽ പോയിന്റർ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? fp യൂസ് ചെയ്യുന്നത്. ഇനി ഫയൽ റിവേഴ്സ് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എങ്ങനത്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ച് എനിക്ക് എൻ്റെ കയ്യിരിക്കുന്ന ഫയൽ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഏറ്റവും അവസാനത്തെ കണ്ടന്റിൽ നിന്ന് എനിക്ക് ഓരോരോ വാല്യൂസ് റീഡ് ചെയ്ത് വരണം. ഓക്കെ, അപ്പം ഞാൻ എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കുമേ. പ്രോഗ്രാമൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്കിലും ഞാൻ പറയാണ് -i. അയച്ചു ഐയുടെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. ഓക്കെ, ലൂപ്പിൽ ഇങ്ങനെ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 2 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഫയൽ പോയിന്റർ ചെയ്ത് എൻഡ് ലൊക്കേഷനിൽ നിന്ന് 0 വരെ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വാല്യൂ എന്താണോ അത് ആക്സസ് ചെയ്യും നമ്മൾ. അത് കഴിയുമ്പോൾ വീണ്ടും ഫയൽ മൂവ് ചെയ്യുക, fcക്ക് മൂവ് ചെയ്യുക, അതായത് ഫയൽ പോയിന്റർ മൂവ് ചെയ്യുക. എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? ലാസ്റ്റിൽ നിന്ന് -1 ലൊക്കേഷൻ. ഓക്കെ, സോറി, ഇവിടെ മൈനസ് കൊടുക്കണമെന്നില്ല കേട്ടോ. ലാസ്റ്റ് ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റിൽ നിന്ന് ബാക്കിലേക്കാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഒരു മൈനസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്ത് ബാക്കിലേക്ക് ഓരോരോ കണ്ടന്റൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായ വിഷയമല്ല. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അന്നേരം മനസ്സിലായിക്കോളും. ഓക്കെ, ദെൻ അൺഫോർമാറ്റഡ് ഫോർമാറ്റഡ് ഫയൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് തിയറി നോക്കി പോവാൻ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കി പോയെന്നാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ഫയൽ ജസ്റ്റ് ടെക്സ്റ്റ് കണ്ടന്റുകൾ മാത്രം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങളുടെ ഇത്. fcക്ക് നല്ലപോലെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. തിയറി ആയിട്ട് എന്താണ് fcക്ക്, അതിൻ്റെ ഈ സിൻടാക്സും ഒരു എക്സാമ്പിളും ഈ ഒരു കണ്ടന്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാംസിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.